ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഭാരതത്തിന്റെ നിർണായക ചുവടുവെപ്പായ പദ്ധതിക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഹൈഡ്രജൻ യാനമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ കാറ്റ്മറൻ ഫെറി നിർമ്മിച്ചത്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ കാറ്റമരൻ ഫെറിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. 2070ഓടെ ഭാരതത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപുലമായ പദ്ധതികളുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിയായാണ് ഹൈഡ്രജൻ ഫെറി നിർമ്മിച്ചത്. മാരിടൈം ഇന്ധനമായി ഹൈഡ്രജനെ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണിത്. ശബ്ദമില്ലാതെ ഓടുന്ന യാനം മലിനവാതകങ്ങളൊന്നും പുറന്തള്ളുന്നില്ല. ഊർജ്ജ ഉപയോഗവും കാര്യക്ഷമമാണ്. ആഗോളതാപനത്തിന്റെ ആഘാതം കുറക്കുന്നതിനും സഹായിക്കുന്നതാണ് പുതിയ പദ്ധതിയെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് CMD മധു എസ് നായർ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ PM's നാഷണൽ ഹൈഡ്രജൻ മിഷനിൽ അലൈൻഡ് ആണ്. ഇത് ഓൾട്ടർനേറ്റ് ഫ്യൂവൽസിലേക്ക് ഉള്ള ഒരു ബിഗ് സ്റ്റെപ്പ്. ഇതൊരു ഡെമോൺസ്ട്രേറ്റർ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് 75% ഇതിൻ്റെ ചെലവ് ഇനീഷ്യൽ വെസലിന് ഏതാണ്ട് 18 കോടി രൂപയാണ് ചിലവായിട്ടുള്ളത്. അതിൻ്റെ ഏതാണ്ട് 75% സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ R&D ഫണ്ടിലാണ് വന്നിരിക്കുന്നത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വിഭാവനം ചെയ്യുന്നത് പോലെ ഹൈഡ്രജനെ ഒരു മാരിടൈം ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് പദ്ധതി ഊർജ്ജം പകരും. ഏറ്റവും വേഗത്തിൽ സമുദ്ര ഗതാഗത രംഗത്ത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ പദ്ധതി ആഗോളതലത്തിൽ തന്നെ രാജ്യത്തിന് മത്സരാധിഷ്ഠിത മുൻതൂക്കവും നേടിയെടുക്കാൻ സഹായകമാകും. It's a very significant project and I'm 100% sure the world will watch when the Prime Minister flags off this vessel. Hope that this is yet another step for India. Definitely for Cochin Shipyard, for India and for the Indian industry. തൂത്തുക്കുടിയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഹൈഡ്രജൻ വെസലുകൾ വാരണാസിയിലേക്കാണ് കൊണ്ടുപോകുക. തുടർച്ചയായി 8 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ധനം സംഭരിക്കാൻ ക്ഷമതയുള്ളതാണ് യാനത്തിലെ ഇന്ധന ടാങ്കുകൾ. ക്യാമറമാൻ രാജേഷ് KR കിരൺ കുമാർ, ജനം, കൊച്ചി.